സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് മാറ്റിയ ചില സംഗതികൾ പറയട്ടെ. ആരാ ഇവിടെ മാറ്റിയത്, എങ്ങനെയാ മാറ്റി? ഇനി അതാ പറയാൻ പോകും. ഈ പാവപ്പെട്ട ഞാൻ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് കല്ലിക്കണ്ടിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ മുജാഹിദിന്റെ മദ്രസ പുസ്തകം എടുത്ത് കാണിച്ചു. ഞാനത് പിടികൂടിയത് മുളിയങ്കൽ വെച്ചാണ്. 978 അച്ചടിച്ച് പഠിപ്പിച്ച അമലിയാത്ത് EK മൗലവി, TK മൗലവി, MCC മൗലവി അവരെ പഠിപ്പിച്ച അമലിയാത്ത്. ഇതിൽ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? നമസ്കാരത്തിന് 14 ഫർളുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം 2, 3 ഖിയാം, 4 ഫാത്തിഹ, 5 റുകൂഅ്, 6 ഇഅ്തിദാൽ, 7 2 സുജൂദ്, 8 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കൽ, 9 തുമനീനത്ത്, 10 ഒടുവിലെ തശഹുദ്, 11 നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ, 12 തശഹുദിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ, 13 സലാം ചൊല്ലൽ, 14 തർത്തീബ്. 14 ഫർള് 78 അച്ചടിച്ച ബുക്ക്. എന്നാൽ പിന്നെന്തായി? പിന്നെ 82 മുതൽക്ക് മുജാഹിദുകൾ നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കി. അതൊരു യോഗത്തിൽ തീരുമാനിച്ച അത്ര വേണ്ട. അപ്പൊ സുന്നികളെ പോലെ പോലെ അതാണ് ഈ ബുക്ക്. ഇതിലെന്ത് ചെയ്തു? EK മൗലവി എഴുതിയ അതേ പുസ്തകം ഞങ്ങളൊന്ന് പരിഷ്കരിപ്പിച്ചേർക്കാൻ പറഞ്ഞെങ്ങനെ പറഞ്ഞു. EK മൗലവി രചിച്ച പുസ്തകം ചില്ലറ പരിഷ്കരണങ്ങളോടുകൂടി പുനരാവിഷ്കരിച്ചതാണ് ഈ പുസ്തകം. ചില്ലറ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫർള് കക്കൽ. ആ 5 ഫർള് കത്തിട്ട് നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കിയിട്ട് ഇറക്കി. ആ ഒന്ന് വരട്ടെ, 9 ഫർളൊന്ന് വരട്ടെ, ഒന്ന് എണ്ണി വയ്ക്കോളി. ഇനി എന്റെ എണ്ണം തെറ്റിപ്പോണ്ട. നിസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും: 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലിരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. 82 മുതൽക്ക് നിസ്കാരത്തിന്റെ ഫർള് 9. കാന്തപുരത്തിനെ കൊണ്ട് മാറ്റിച്ചു അല്ലേ? കാന്തപുരം ഉസ്താദിന്റെ എളിയ ശിഷ്യനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ബർക്കത്ത ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കല്ലിക്കണ്ടിയിൽ വെച്ച് ഈ 2 പുസ്തകവും എടുത്ത് നിവർത്തി വെച്ച് 984 കാലത്ത് പ്രസംഗിച്ചു. അപ്പൊ മൗലവിമാര് എന്ത് ചെയ്തു? അവര് 2ാമത് യോഗം നമ്മൾ ഫർള് കത്തത് മൗലവിമാര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫർള് ഇനി 14 തന്നെ ആക്കുക, അല്ല നിവൃത്തിയില്ല തീരുമാനിച്ചു. അങ്ങനെ 986 വീണ്ടും യോഗം ചേർന്ന് 87 പുതിയ പുസ്തകം ഇറക്കി. അതാണ് ഇത്. ഈ പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർള് വീണ്ടും 14. അത് ഞാൻ വായിക്കപ്പെട്ടോളി. നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും കഴിഞ്ഞ പുസ്തകത്തിൽ എണ്ണിയ പോലെ തന്നെയാണ് ഇപ്പോഴും എണ്ണുന്നത്. തുടക്കം തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഞാൻ ശരിക്കും നോക്കിക്കോളൂ, അതിൽ കാണാലോ. തക്ബീറത്തുൽ ഇഹ്റാം 1, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലിരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. ഇനി ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. നിയ്യത്ത്, സലാം ചൊല്ലിയിട്ടൊരു നിയ്യത്ത്. അങ്ങനെ പിന്നെ കൂട്ടിക്കൊടുത്താണ്. ഒലക്കയും പാന്തോന്നും ഏറ്റുറ്റി വലിയായി. പിന്നെ കൂട്ടിക്കൊടുത്താണ് നിയ്യത്ത്. കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയ്യാത്ത്, സലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക, ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നിവയും ഫർളുകളായി ഗണിക്കപ്പെടുന്നു. അങ്ങനെ 9 ഗുണിക്കലും 5 ഗണിക്കലും. അങ്ങനെ 9ഉം 5ഉം 14. അങ്ങനെ 14ആയി. വീണ്ടും ഫർള് 14. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ 3 ബുക്കും കൈ പിടിക്കാൻ തുടങ്ങി. ഈ മുജാഹിദീങ്ങൾ എന്നെ ഫിറോസ് സഖാഫി എന്നൊക്കെ പിടിക്കാനുള്ള കാരണവും മനസ്സിലാണല്ലോ. ഞാൻ ഈ 3 ബുക്കും കൈ പിടിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് ഞാൻ 3 കൊല്ലത്തോളം പ്രസംഗിച്ച്. അല്ല മൗലവിമാരെ, ഇതിന്റെ നിയ്യത്ത്, നിസ്കാരം കഴിഞ്ഞിട്ടൊരു നിയ്യത്ത്. ഇപ്പൊ മുജാഹിദിന്റെ നിസ്കാരം എങ്ങനെ ഉണ്ടാവും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു ഇമാമിന്റെ കൂടെ.
സലാം ചൊല്ലിയിട്ടൊരു നിയ്യത്ത്. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ മൗലവിമാർ പിന്നെ യോഗം ചേർന്ന് ആ യോഗത്തിൽ പാസ്സാക്കി നിയ്യത്ത് ഒന്നാമത്തതായിട്ട് എണ്ണണോ എന്ന് പാസ്സാക്കി. ആ ബുക്ക് അങ്ങനെ 91 പുതിയ ബുക്കിറക്കി. അതാണിത്. ഈ പുസ്തകത്തില് അതാ വരുന്നു നിയ്യത്ത് വീണ്ടും ഫർള് ഒന്നായിട്ട്. കേട്ടോളൂ, നല്ല മര്യാദയ്ക്ക് നിയ്യത്ത്. കഴിവുള്ളവൻ നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതുക, റുകൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദുകൾ, ഇടയിലെ ഇരുത്തം, തശഹുദ്, സലാത്ത്, ഇവ രണ്ടും ഇരുന്ന് ചൊല്ലുക, സലാം ചൊല്ലുക, ഓരോന്നിലും മടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നീ കാര്യങ്ങൾ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. ഇവക്ക് നമസ്കാരത്തിന്റെ ഫർളുകൾ എന്ന് പറയുന്നു. ഇപ്പൊ ആരാണോ തിരുത്തിയത്? തിരുത്തിച്ചത് ആരെക്കൊണ്ടാണ്? 14 മാറ്റി. നിങ്ങൾ വിചാരിക്കുന്ന ഇനിയിപ്പോ മുജാഹിദിന്റെ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റൂന്ന്? പറ്റൂലേ. കാരണം മുജാഹിദ് അത് ഒരു ബുക്കിലാണ്. 5ാം ക്ലാസ്സിൽ 11 അല്ല 10 ഫർളാണ് 5ാം ക്ലാസ്സിൽ. അത് വരട്ടെ. 5ാം ക്ലാസ്സിൽ നമസ്കാരത്തിന്റെ ഫർളുകൾ കണ്ടോളെ. 10 എന്ന് പറഞ്ഞ മനസ്സിലാക്കില്ല. ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം. അപ്പൊ നിയ്യത്തിന്റെ പകുതിയായി. ഫർളാണെങ്കിൽ ഫർള് കരുതണ്ടേ? അതില്ല. അപ്പൊ ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം ഞാൻ നിയ്യത്തിന്റെ പകുതി. അതാണ് 10 എന്ന് ആരാ? അതാണ്. ഇനി ഒരു 10 കൂടി എണ്ണിക്കൊള്ളി. നോക്കിക്കോ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ 2, റുകൂഅ് 3, ഇഅ്തിദാൽ 4, സുജൂദ് 5, 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം 6, അത്തഹിയ്യാത്ത് 7, സലാം ചൊല്ലൽ 8 തുടങ്ങിയവ അടക്കത്തോടും 9, ക്രമത്തോടും കൂടി 10 നിർവഹിക്കൽ നമസ്കാരത്തിന്റെ ഫർളുകൾ ആകുന്നു. പിന്നെ നിയ്യത്തിന്റെ പകുതി. അങ്ങനെ 10. അങ്ങനെ 5ാം ക്ലാസ്സിൽ 10. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ 3 ബുക്കും അതിന്റെ കൂടി 5ാം ക്ലാസ്സിലെ ബുക്കും കൈപ്പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, മൗലവിമാരെ, 3ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 4ാം ക്ലാസ്സിൽ പിരിഞ്ഞു പോയാൽ 9 ഫർള്, 11, 14 ഫർള്. 5ാം ക്ലാസ്സിൽ പഠിച്ചാലോ 10 ഫർള്. അപ്പൊ ഈ 3.5 ഫർള് റിബേറ്റ് എന്ത് വകയിലാണ്? അപ്പൊ പറഞ്ഞാൽ 2 ക്ലാസ് കൂടുതൽ പഠിച്ചിട്ടില്ലേ? 2 ക്ലാസ് കൂടുതൽ പഠിച്ചാൽ എന്തെങ്കിലും ഒരു കിഴിവ് കൊടുക്കണ്ടേ? അപ്പൊ 2 ക്ലാസ് കൂടുതൽ പഠിച്ച വകയിൽ 3.5 ഫർള് റിബേറ്റ്, അത് കിഴിവാണ്. ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സ്വിത്താക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾ ഇപ്പൊ പുതിയ ബുക്കിറക്കി. ഫർള് എന്നിട്ട് അങ്ങനെ എണ്ണുന്ന പരിപാടിയെ വേണ്ട തീരുമാനിച്ചു. പുതിയ പുസ്തകത്തിൽ ഫർള് എണ്ണുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ നിസ്കാരങ്ങളെ പറഞ്ഞൊക്കെ പോവാണ്. ഫർള് തന്നെ എണ്ണുന്ന പരിപാടിയില്ല പുതിയ ബുക്കിൽ. അതാണ് 3ാം ക്ലാസ്സിലെ ബുക്കാണ് കാണാൻ പോകുന്നത്. നമസ്കാരത്തിന്റെ രൂപം, കൈഫിയത്തു സ്വലാത്ത്. നമ്മളെ പഴയ കാലത്തിലായി കൈഫിയത്തു സ്വലാത്ത്. മുജാഹിദ് ആയി പോയതാണ്. കൈഫിയത്തു സ്വലാത്ത്, ഏത് രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്ന് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിങ്ങനെ ഇന്ന നിസ്കാരം നിർവഹിക്കുകയാണെന്ന ഉദ്ദേശത്തോടെ. അതാണ് 1. അപ്പൊ എന്താ ആ പണ്ടത്തെ 5ാം ക്ലാസ്സിലെ പകുതിയായി. ആരാ? പിന്നെ അങ്ങോട്ട് ഓരോന്നിങ്ങനെ പറയാം. ഇപ്പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മൗലവി ഇവിടെ നടത്തിയ ഒരു തട്ടിപ്പ് വിളിച്ച തൈപ്പോയി. അങ്ങനോട് ചിലപ്പുണ്ടല്ലോ ഈ ഉള്ളിലത് പുറത്താകരുത്. ഉള്ളിലെ കള്ളി പുറത്തായിപ്പോയി. അതെന്താ? ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞു, ബിസ്മി ഞങ്ങൾ ഓതുന്നുണ്ട്, ബിസ്മി ഫാത്തിഹയിലുള്ള എല്ലാം ഞമ്മക്ക് വാദല്ല, പേരോടങ്ങനെയാ മുസാഹബ് എടുത്ത് കാണിച്ചത്. മുസാഹബ് എന്നല്ല പറയാ, മുസാഹബ് എന്നാ പറയാ. മുസാഹബ് എടുത്ത് കാണിച്ചത് എന്നാ മൗലവി പറയും. എന്നാ സഹോദരന്മാരെ, ഇതില് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. നിങ്ങൾക്ക് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ചൊല്ലിക്കൊണ്ട്, അത് ഓതലല്ല, അത് ചൊല്ലല, ദിക്റ. ഫാത്തിഹ ഓതണം. അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഒന്ന് വേറെ, ബിസ്മി അഊദും അതിന്റെ ദിക്റും. അപ്പൊ ഫാത്തിഹയിൽ ബിസ്മി പറ്റില്ല. ഇതിപ്പോ വ്യക്തമായിട്ട് അതിൽ വന്നു. അപ്പൊ ഫാത്തിഹയിൽ ബിസ്മി വെട്ടതാണോ അല്ലേ നോക്കാനാ ഞാൻ മുസാഹബ് എടുക്കാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കള്ളി വിട്ടുണ്ടായി. ഇത് തന്നെയാണ് ഇപ്പോ പുതിയ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലും പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊന്ന് കേൾക്കണോ മാറ്റിയത്? വിശ്വാസകാര്യം. ഞങ്ങൾ കുറച്ച് പണിയെടുക്കണം, ശരിയാണ്. അത് മാറ്റിക്കും. ഞങ്ങൾ മുജാഹിദിന്റെ ബുക്ക് വന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ